നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി അവളുമാർ അകത്ത് കിടന്ന് അഴിയെണ്ണട്ടെ, പുറം ലോകം കാണരുത്. ആയ കാലത്തോളം അകത്ത് തന്നെ കിടക്കട്ടെ. ഇവളുമാരെ രക്ഷിക്കാൻ വരുന്നവന്മാരെയും തൂക്കി അകത്തിടണം. അതാണ് ചെയ്യേണ്ടത്. സമൂഹത്തിൽ ലഹരി ഒഴുക്കിയ ഒരു കൂട്ടത്തെ കാണുമ്പോൾ ഇപ്പോൾ കേരളം ഞെട്ടിത്തരിക്കുകയാണ്. ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ ഇട്ട് ടിപ് ടോപ്പിൽ പുറത്തേക്കിറങ്ങി പകൽ മാന്യത്തികളായിട്ട് നടക്കുകയായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരൊറ്റ പദ്ധതി കൊണ്ട് ഇത്തരത്തിലുള്ള പകൽ മാന്യന്മാരെയും മാന്യത്തികളെയും പൊതുജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയ കാലത്ത് ഇനി അവർ പുറത്തേക്കിറങ്ങരുത്. എന്തിനു വേണ്ടിയാണ് ഈ ലഹരിക്കടത്തിന്റെ ഭാഗമായത്? പണം സമ്പാദിക്കുന്നതിനും ദൂർത്തടിക്കുന്നതിനും ലാവിഷാകുന്നതിനും വേണ്ടിയല്ലേ? എന്നിട്ട് എന്താണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയത്? അകത്ത് കിടക്കുകയല്ലേ? സമൂഹം മുഴുവൻ ഇവളുമാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി പുറത്തിറങ്ങിയാലും ജനം ആട്ടി അകറ്റണം. അതാണ് ഇവർക്ക് നേരെ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നത്. ഓപ്പറേഷൻ തൂഫാനിൽ കഴിഞ്ഞ ദിവസം 3 അധ്യാപികമാരാണ് അറസ്റ്റിലായത്. ഇതോടുകൂടി ജനം ഇപ്പോൾ വല്ലാതെ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത്തരക്കാരെ തിരിച്ചറിയുന്നതിന് വലിയ തോതിൽ ഈ പദ്ധതിക്ക് സാധിച്ചു എന്നാണ് ജനം പറയുന്നത്. അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നത് എന്താണ്? ആരാണ്? സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടവരാണ്. അവർ തന്നെ ഒരു കൂട്ടം വിദ്യാർത്ഥികളിലേക്ക് ലഹരി എത്തിച്ചു കൊടുക്കുകയാണ്. അവരെ ലഹരി നുണയാൻ പഠിപ്പിക്കുന്നു. ആ ലഹരിയിലേക്ക് വീഴാൻ അവരെ പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് കിട്ടുന്ന കാശും കൊണ്ട് തിന്നിട്ട് നിനക്കൊക്കെ എങ്ങനെ ദഹിക്കുന്നു എന്നാണ് ജനം പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നത്. കോഴിക്കോട് പേരാമ്പ്ര BRCയിലെ 3 അധ്യാപികമാരെ ലഹരി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പുതിയ തലമുറയ്ക്ക് മൂല്യബോധം പകർന്നു നൽകേണ്ട അധ്യാപകർ തന്നെ അവരെ പാതാള കുഴിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നരകത്തിലേക്ക്, അതിലേക്കുള്ള കവാടം കാണിച്ചു കൊടുക്കുന്നു. ആർക്കും പൊറുക്കാനാകാത്ത തെറ്റാണ് ഈ അധ്യാപികമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളയിൽ സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. ഇവർ 3 പേരെയും സർവീസിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇതുപോലെ ഇനിയും ഒരുപാട് മുഖം മൂടികൾ വലിച്ചു കീറപ്പെടാനുണ്ട്. അവരെയൊക്കെ പൊതുജനം മനസ്സിലാക്കണം. പൊതുജനം ഇന്ന് പലരുടെയും ആരാധകരും പലരെയും കാണുമ്പോൾ ഒരു ബഹുമാനം കൊണ്ട് നമ്മൾ ശിരസ് കുനിക്കുന്നവരുമാണ്. എന്നാൽ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ, അതായത് സമൂഹത്തിൽ പ്രിവിലേജായി നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ തങ്ങൾ മാന്യരാണ് എന്ന് കാണിച്ചു നടക്കുന്ന ഒരു കൂട്ടരുടെയൊക്കെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഞെട്ടുന്നത് നമ്മൾ ഇതുവരെ കണ്ടിരുന്നവരായിരുന്നില്ലല്ലോ ഇവർ എന്ന് ഓർക്കുമ്പോഴാണ്. എന്തിനായിരുന്നു നമ്മൾ ഇവരെയൊക്കെ ബഹുമാനിച്ചത് എന്ന് ആ സമയത്ത് നമുക്ക് പുച്ഛം തോന്നിയിട്ടുണ്ടാകും. അധ്യാപക പരിശീലനം, പ്രൈമറി സ്കൂളുകൾക്ക് അക്കാദമിക പിന്തുണ എന്നിവ നൽകുന്ന അധ്യാപകരായ കൂരാച്ചുണ്ട് ചെറുകാട് സ്വദേശിനി K കാവ്യ, മരുതോങ്കര സ്വദേശിനി കാഞ്ഞിരക്കുന്നുമ്മൽ കീർത്തന, ആവള കുട്ടോത്ത് വലിയ പറമ്പിൽ നീഷ്മ എന്നിവരെയാണ് ലഹരി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് വലിച്ചെറിഞ്ഞത്. ഇവർക്ക് പുറമെ പ്രദേശത്തെ ഡെലിവറി ബോയായി ജോലി ചെയ്യുന്ന ജിജിൻ കുര്യാക്കോസും അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയും ഒരുപാട് അറസ്റ്റുകൾ നടക്കാനുണ്ട്. കാരണം ഇവർക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന കണ്ണികളിലേക്ക് കൂടി ഇനി പോലീസ് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. സമൂഹം എത്ര ദുഷിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവരായി മലയാളികൾ മാറിയിരിക്കുകയാണ്. നമ്മൾ മലയാളികൾക്ക് വലിയൊരു അഭിമാനമുണ്ട്. നമ്മൾ പ്രബുദ്ധരാണ്. ലോകം മുഴുവൻ നമ്മളെ അറിയും. ലോകം മുഴുവൻ കേരളം എന്ന് കേൾക്കുമ്പോൾ കൈയടിക്കും എന്നൊക്കെയുള്ള വലിയ അഭിമാനം നമുക്കുണ്ട്. ആ അഭിമാനത്തിന് കളങ്കമായി മാറുന്ന മനുഷ്യരെ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അധ്യാപികമാരായ ഇവർ മുൻപ് പല ജോലികളും ചെയ്തിരുന്നവരാണ്. ആ മേഖലയിലൊക്കെയും ഇവർ ലഹരി ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. 3 പേരും ഉറ്റ ചങ്ങാതിമാരൊക്കെയാണ്. ഇവർക്കൊപ്പം ഇനി ആരൊക്കെ അകത്തേക്ക് വരാനിരിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ബൺമസ്ക ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയ ഒരു ആഹാരമാണല്ലോ. അതിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു മുൻപ് ഇവർക്ക്. അതിൻ്റെ മറവിലും MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ കടത്തി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതായത് ഇവർ ചെയ്തിരുന്ന പല ജോലികളും ഇവർക്ക് ലഹരി കടത്തിനുള്ള ഒരു മറയാക്കി മാറ്റുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ അധ്യാപകരായി ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മഹത്വമെങ്കിലും കാണിക്കണ്ടേ?
എന്നാൽ അതൊന്നുമില്ലാതെ വിദ്യാർത്ഥികളിലേക്ക് ലഹരി ഒഴുക്കുകയാണ്. അവരെ ഒരു നരകത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് ആ കാശുകൊണ്ട് ജീവിക്കുന്നു. എത്രത്തോളം ഹീനമായ പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ അധ്യാപികമാർ അറസ്റ്റിലായത് കണ്ടു. ഡോക്ടർമാര്, ലാബിൽ ജോലി ചെയ്യുന്നവര്, ടെക്കികള് തുടങ്ങിയ എല്ലാ മേഖലയിലും ഈ ലഹരിക്കടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഇവിടെ കേരളം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞെട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെ ഈ ലഹരി വിൽപ്പനയിൽ അറസ്റ്റിലാകുന്നതാണ്. അതായത് ലഹരി കണ്ണികളായിട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏജന്റുമാരായി ഇവർ മാറുന്നു. അതായത് സ്ത്രീകളും പെൺകുട്ടികളും ഈ ലഹരിക്കടത്തിന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോലീസ് ഇവരെ സംശയിക്കില്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് ആൺ പെൺ വ്യത്യാസമില്ലാതെ സകല ഇടത്തും കയറി ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഇതോടുകൂടി ഓരോ ദിവസവും നിരവധി പെൺകുട്ടികളാണ് ഈ ലഹരി കണ്ണികളിൽ ആയിട്ടുള്ളവർ അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നത്. ഈ അധ്യാപികമാർ ലക്ഷങ്ങളാണ് ഈ ലഹരി കടത്തിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മാരകലഹരിയായ MDMA ലക്ഷങ്ങൾ വരുന്ന ഇടപാട് പണം ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ വിനിമയം ചെയ്യപ്പെട്ടതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. MDMA മൊത്ത കച്ചവടക്കാരുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കോഴിക്കോട് വടകരയിൽ 2 ഗ്രാം MDMA പിടിയിലായ സഫ്വാൻ എന്ന യുവാവിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരിലേക്ക് പോലീസ് എത്തുന്നത്. 6 മാസമായി ലഹരി മാഫിയയ്ക്ക് വേണ്ടി ഇവർ പണം സ്വീകരിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ആദ്യം മംഗളൂരു സ്വദേശിയായ സുഹൃത്ത് നൽകിയ MDMA ഉപയോഗിക്കുകയും പിന്നീട് വിൽപ്പനക്കാരായി മാറുകയുമാണ് ചെയ്തത്. ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. ഇതുകൂടാതെ പലയിടത്തായി പല ഹോട്ടലുകളൊക്കെ കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ ഇവർ നടത്തിയിരുന്നു. ആ ലഹരി പാർട്ടികളിൽ അഴിഞ്ഞാട്ടമാണ് നടന്നിരുന്നത്. അധ്യാപക സമൂഹത്തിനാകെ വലിയ മാനക്കേടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. MDMA ആവശ്യക്കാർ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുക്കി. പണം ലഭിച്ചാൽ ഫോണിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ഇവിടെ മറ്റൊരാൾ ലഹരി കൈമാറും. ഇങ്ങനെ കീർത്തനയുടെ അക്കൗണ്ടിലെത്തിയ പണം പിന്നീട് മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പോയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി മാഫിയയുടെയും ആവശ്യക്കാരുടെയും ഇടയിലെ കണ്ണിയായി ഇവർ പ്രവർത്തിച്ചതായിട്ട് വ്യക്തമായിട്ടുണ്ട് പോലീസിന്. ലഹരിക്കെതിരെ നാട്ടിലെ സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾക്കും സൂംബ ഡാൻസിനും നേതൃത്വം നൽകുന്ന കായിക അധ്യാപികയാണ് കീർത്തന. യോഗ ക്ലാസും ഇവർ നടത്തിയിരുന്നു. പകല് ഈ പണിക്കൊക്കെ പോയിട്ട് പിന്നീട് കിട്ടുന്ന സമയത്ത് ലഹരി കച്ചവടമായിരുന്നു മൂപ്പത്തിയുടെ പ്രധാന പണി. ഇങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് തിന്നിട്ട് നിനക്കൊക്കെ എങ്ങനെ ദഹിക്കുന്നു എന്ന് ജനം ചോദിക്കുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു ഭാവ വ്യത്യാസവും ഇവർക്കില്ല. അതായത് ഒരു അധ്യാപികയായിട്ടിരുന്നവരാണ് എന്ന് ഓർത്തു നോക്കുക. പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ലവലേശം ലജ്ജയോ ഉളുപ്പോ ഇതിൻ്റെ ഒന്നും മുഖത്തുണ്ടായിരുന്നില്ല. മാധ്യമങ്ങളുടെ മുൻപിൽ അങ്ങ് നെഞ്ചും വിരിച്ച് നിൽക്കുകയായിരുന്നു. ഏതാണ്ട് നല്ല പ്രവൃത്തി ചെയ്തിട്ട് പൊന്നാട അണിയിക്കാൻ കൊണ്ടുപോകുന്നത് പോലെയായിരുന്നു ഇവറ്റകളുടെ നിൽപ്പും പോക്കുമൊക്കെ. അധ്യാപകർ സർവ്വഗുണങ്ങളുടെയും വിളനിലമായിരിക്കണം എന്നാണ് പറയാറ്. കാരണം ഈ അധ്യാപകരെ കണ്ടു വേണം വിദ്യാർത്ഥികൾ പഠിക്കാൻ. എന്നാൽ ഇന്നിപ്പോൾ ഈ അധ്യാപകരെ കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വഴിതെറ്റിപ്പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അറിവും ആത്മബോധവും കൊണ്ട് സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ളവരാകണം ഓരോ അധ്യാപകരും. ഒരു രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലൂടെയാണ്. അവിടെ മൂല്യശോഷണവും കർമ്മശോഷണവും സംഭവിക്കരുത്. സംഭവിച്ചാൽ ഒരു തലമുറ തന്നെ നശിച്ചു പോകും. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ അധ്യാപകർ എന്ന് പറയുന്നത് അതൊരു ജോലിയായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. അവരെ നമ്മൾ ഒരു ജോലിക്കാരായിട്ടോ അല്ലെങ്കിൽ അവരുടെ അധ്യാപനം ഒരു ജോലിയായിട്ടോ അല്ല സമൂഹം കാണുന്നത്. സമൂഹത്തെ മുന്നിലേക്ക് നയിക്കുന്ന, വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആൾക്കാരായിട്ടാണ് അവരെ, ആ പ്രചോദനമായിട്ടാണ് നമ്മൾ ഓരോ അധ്യാപകരെയും കാണേണ്ടത്. എന്നാൽ ഇന്ന് ആ മൂല്യമെല്ലാം തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് വെറും ജോലിയാണ്. ഈ ജോലിയുടെ മറവിൽ ഞങ്ങൾ കാശുണ്ടാക്കാൻ മറ്റു പല ജോലികളും ചെയ്യുമെന്ന് ഈ അധ്യാപികമാർ തന്നെ കാണിച്ചു തന്നില്ലേ? ഇതുപോലെ നിരവധി പേർ ഇനിയും പിടിക്കപ്പെടാനുണ്ട്. എല്ലാ അധ്യാപകരെയും അല്ല, ഒരുപാട് നല്ല അധ്യാപകരെ നമുക്ക് സമൂഹത്തിനുണ്ട്. അവർക്ക് കൂടി നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഈ അധ്യാപികമാർ പോയത്, അവരുടെ പ്രവൃത്തി പോയത്. എന്തായാലും അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഒരു തരത്തിലുമുള്ള മാപ്പ് നിങ്ങൾ അർഹിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.